നമസ്കാരം. റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ വേദനാജനകമായ ഒരു വാർത്തയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട അമ്മ, മലയാളികൾക്ക് എക്കാലത്തെയും പ്രിയങ്കരിയായ മുല്ലപ്പൂ പോലെ ചിരിക്കുന്ന അമ്മ, വട്ടപ്പൊട്ട് കുങ്കുമപ്പൊട്ട് തൊട്ട് നമ്മൾ മലയാള സിനിമയുടെ മുഖശ്രീ എന്ന് തന്നെ വിളിച്ചാൽ ഒട്ടും കുറവാവില്ല ആ അമ്മ ഇന്ന് മലയാള സിനിമ ലോകത്ത് ഇനി ഇല്ല എന്ന സത്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ആ ഒരു വാർത്ത, വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇന്ന് ചാനൽ പോകുന്നത്. കവിയൂർ പൊന്നമ്മ അന്തരിച്ചിരിക്കുന്നു. ഏതാണ്ട് 700ഓളം 1000-നടുത്ത് ചിത്രങ്ങളിൽ അവർ മലയാളത്തിൽ അഭിനയിച്ചു തകർത്തു. ഒന്നല്ല 3 തലമുറകളുടെ അമ്മയായിട്ടാണ് അവർ അഭിനയിച്ചത്. ഏതാണ്ട് 79 വയസ്സായിരുന്നു. കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റലായിരുന്നു അന്ത്യം. 3-4 ദിവസങ്ങളായിട്ട് കവിയൂർ പൊന്നമ്മയുടെ ആരോഗ്യസ്ഥിതി വഷളായിരുന്നു. 1 മാസമായിട്ട് ലിസി ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സയിലായിരുന്നു. 2022 അഭിനയിച്ച ആണും പെണ്ണുമാണ് അവർ അവസാനമായി അഭിനയിച്ച ചിത്രം. അതോടൊപ്പം തന്നെ കവിയൂർ പൊന്നമ്മയെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ മലയാളത്തിന്റെ മുഖശ്രീ, മലയാള സിനിമയുടെ അമ്മ, അങ്ങനെ പറഞ്ഞാൽ തീരില്ല, എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷണങ്ങളുള്ള അഭിനേത്രിയാണ്. ആ സിംഹാസനം അവർ ഒഴിച്ചിട്ട് പോകുമ്പോൾ ഇനി പകരം വെക്കാനില്ലാത്ത ഒരുപാട് സിംഹാസനങ്ങൾ ഈ കുറച്ചു കാലയളവുകളായിട്ട് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് ഒരു സിംഹാസനം കൂടി വന്നിരിക്കുന്നു. അതാണ് പ്രിയപ്പെട്ട കവിയൂർ പൊന്നമ്മ എന്ന് പറയുന്നത്. കലാകാരന്മാർ, പ്രിയപ്പെട്ട ഉർവശി ചേച്ചി ആയാലും സിബി മനയിലായാലും അങ്ങനെ മേനകയായാലും ഒരുപാട് ആൾക്കാർ ആ ഓർമ്മകൾ, ഷീലാമ്മയായാലും ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന പലതരം വാർത്തകൾ നമുക്കിന്ന് ചാനലിലൂടെ കേൾക്കാൻ സാധിക്കും. കവിയൂർ പൊന്നമ്മ പത്തനംതിട്ട ജില്ലയിലെ കവിയൂരിലാണ് ജനനം. അച്ഛൻ അതീവ നല്ല ഒരു ഗായകനായിരുന്നു. അതുകൊണ്ട് തന്നെ MS സുബ്ബലക്ഷ്മി ആകണമെന്ന അതീവ തീവ്രമായ ആഗ്രഹം കവിയൂർ പൊന്നമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ 4-ാം വയസ്സിൽ തന്നെ സംഗീതം അഭ്യസിക്കുന്നു. നല്ല രീതിയിൽ തന്നെ അവർ ആലപിക്കുമായിരുന്നു. അങ്ങനെ ആദ്യമായി ആലപിക്കാൻ അവർ പോകുന്നത് ഏതാണ്ട് 14-ാമത്തെ വയസ്സിലാണ്. ഒരു നാടകത്തിന് വേണ്ടിയിട്ടാണ് ആലപിക്കാൻ പോകുന്നത്. പക്ഷേ അവിടെ സിനിമയിൽ, നാടകത്തിൽ നായികയുടെ, അവർ ഉദ്ദേശിച്ച നായികയുടെ കുറവ് കൊണ്ട് അവർക്ക് ആ വേഷം കൈകാര്യം ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് അവർ അഭിനയ ജീവിതത്തിന്റെ തുടക്കം. നാടകത്തിലൂടെയാണ് ശ്രീമതി കവിയൂർ പൊന്നമ്മ അഭിനയ രംഗത്തേക്ക് വരുന്നത്. അവർ അഭിനയ രംഗത്തിൽ ഒരു അമ്മ എന്ന ലെവലിൽ, അല്ലെങ്കിൽ ആ ഒരു കുലപതിയായി മാറുകയും 20-ാമത്തെ വയസ്സിലാണ് സത്യൻ സാറിന്റെയും മധുവിന്റെയൊക്കെ അമ്മയായി അഭിനയിക്കുക എന്ന് പറയുമ്പോൾ 20 വയസ്സെന്ന് പറഞ്ഞാൽ യൗവനം തുടങ്ങുന്ന തീക്ഷ്ണമായ ഒരു പ്രായം. നായികയോ അല്ലെങ്കിൽ പ്രതിനായികയോ അല്ലെങ്കിൽ ആയി അഭിനയിക്കേണ്ട സമയത്ത് അമ്മ വേഷങ്ങൾ ചെയ്യാനുള്ള ധൈര്യം കാണിച്ച നായിക. അങ്ങനെ വിശേഷണങ്ങൾ ചെറുതല്ല ശ്രീ കവിയൂർ പൊന്നമ്മയ്ക്ക്. അതോടൊപ്പം തന്നെ 700ഓളം ചിത്രങ്ങൾക്ക് മേലെ കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ എണ്ണമറ്റ ചിത്രങ്ങൾ, നിരവധി തവണ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന അവാർഡുകളാണ് കവിയൂർ പൊന്നമ്മയ്ക്ക് ലഭിച്ചത്. അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടി വരിക മലയാള സിനിമയുടെ അമ്മയായി ഇരുന്നിരുന്ന കവിയൂർ പൊന്നമ്മയുടെ ആ മുഖശ്രീ വിളങ്ങുന്ന ആ മുഖവും ആ ചുമന്ന വലിയ പൊട്ടും അതുപോലെ മുല്ലപ്പൂ പോലത്തെ ചിരിയും ഒക്കെ ആയിരിക്കും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരിക. ഒരിക്കലും മലയാള സിനിമയ്ക്ക് മമ്മൂട്ടിക്കായാലും മോഹൻലാലിനായാലും അതോടൊപ്പം തന്നെ 3 തലമുറ, പറഞ്ഞതുപോലെ 3 തലമുറയിലെ നായികമാര് അങ്ങനെ ഒട്ടനവധി കലാകാരന്മാരും, 1ഉം 2ഉമല്ല 1000ഓളം സിനിമകളിൽ, ഏതാണ്ട് 700-800 അധികം ചിത്രങ്ങളിൽ, മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച നടിയാണ്, അല്ലെങ്കിൽ അഭിനേത്രിയാണ് ശ്രീമതി കവിയൂർ പൊന്നമ്മ. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാലും ഒരുപക്ഷെ ഈ ഒരു വാർത്താ ബുള്ളറ്റിൽ മാത്രം കൊണ്ട് നിർത്താവുന്നതല്ല കവിയൂർ പൊന്നമ്മയെ കുറിച്ചുള്ള കാര്യങ്ങളെങ്കിലും. കവിയൂർ പൊന്നമ്മയ്ക്ക് ഒരു മകളാണുള്ളത്, ബിന്ദു. അവർ അമേരിക്കയിൽ സെറ്റിൽഡ് ആണ്. അതോടൊപ്പം തന്നെ അവരുടെ JB ജംഗ്ഷൻ, കൈരളി ചാനലിലെ JB ജംഗ്ഷനിൽ ഒരിക്കൽ കവിയൂർ പൊന്നമ്മ പറയുകയുണ്ടായി, തന്റെ കലാജീവിതത്തിൽ താൻ നക്ഷത്രത്തെ പോലെ തിളങ്ങുമ്പോഴും തന്റെ സ്വകാര്യ ജീവിതം ദുഃഖകരമായിരുന്നു, അതീവ ദുഃഖകരവും കഷ്ടപ്പാട് നിറഞ്ഞിരുന്നതുമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. 20-ാമത്തെ വയസ്സിൽ അഭിനയത്തിലേക്ക് കടക്കുമ്പോഴും സ്വന്തം കുഞ്ഞിന് മുലപ്പാൽ കൊടുത്ത് രാവിലെ ഏൽപ്പിച്ചിട്ടാണ് അവർ അഭിനയ സെറ്റിലേക്ക് ഓടിക്കൊണ്ടിരുന്നത്. കാരണം താൻ അഭിനയിച്ച് അരി വാങ്ങിക്കാതെ ആ കുടുംബം പുലർത്താൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അതിങ്ങനെ പറയാൻ കാരണം JB ജംഗ്ഷനിൽ കവിയൂർ പൊന്നമ്മയുടെ മകൾ ഒരിക്കൽ പറയുകയുണ്ടായി, അമ്മയ്ക്ക് എന്നെ വളർത്താൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ എന്നെ താലോലിക്കാനോ എന്നെ ഊട്ടാനോ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞതിന് മറുപടിയായിട്ടാണ് കവിയൂർ പൊന്നമ്മ പറഞ്ഞത്, എനിക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം, ഒരേ ഒരു മകളാണ് ഉണ്ടായിരുന്നത് ബിന്ദു, എങ്കിലും എനിക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം തന്നെ ഞാൻ എന്റെ മകളെ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങൊരു ഫീൽഡിൽ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് എന്റെ മകളെ ഇങ്ങനെ ഈ ഒരു നിലയിൽ എത്തിക്കാൻ സാധിക്കില്ലായിരുന്നു എന്നാണ് കവിയൂർ പൊന്നമ്മ ആ അഭിമുഖത്തിൽ അന്ന് പറഞ്ഞത്. അപ്പോ അവരൊരു ശരിക്കും വളരെയധികം കഷ്ടപ്പെട്ട് ഹാർഡ് വർക്കിംഗ് ചെയ്തു വന്ന അഭിനേത്രി തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനോടൊപ്പം എത്രയെത്ര ചിത്രങ്ങളിലാണ് അമ്മയായി അഭിനയിച്ചത്. ഒരുപാട് പേർ അവരോട് ലാലേട്ടനെ സ്നേഹത്തോടെ കുട്ട എന്നാണ് പ്രിയപ്പെട്ട കവിയൂർ പൊന്നമ്മ വിളിച്ചിരുന്നത്.
അതോടൊപ്പം ഒരുപാട് കോമ്പിനേഷൻ സീനുകളിൽ ഉർവശി ചേച്ചിയോടൊപ്പം, പാർവതി ചേച്ചിയോടൊപ്പവും, അങ്ങനെ ശോഭനയോടൊപ്പം ഒക്കെ അമ്മവേഷങ്ങളിൽ മോഹൻലാൽ നായകനാകുന്ന സിനിമകളിൽ ഉണ്ടായിരുന്ന ഒരു കഥാപാത്രങ്ങളെല്ലാം തന്നെ കവിയൂർ പൊന്നമ്മ. ഒരു ഇടക്കാലത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൾ വരെ മോഹൻലാലിന്റെ അമ്മയാണ് കവിയൂർ പൊന്നമ്മയെന്ന് വിചാരിച്ചിരുന്ന ആരാധകരായിരുന്നു ഒട്ടുമുഖ്യ പേരും കേരളത്തിലേത്. പിന്നീടാണ് മോഹൻലാലിന്റെ അമ്മയല്ല കവിയൂർ പൊന്നമ്മ എന്ന് തിരിച്ചിരുന്നത്. അവരത് തിരുത്താനും പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കവിയൂർ പൊന്നമ്മ ചേച്ചി പലവട്ടം പറഞ്ഞിട്ടുള്ളത്. കവിയൂർ പൊന്നമ്മ എന്ന് പറയുമ്പോൾ മോഹൻലാലിന്റെ അമ്മ എന്ന നിലയിൽ ഒരുപാട് പേര് അവരെ സംശയിച്ചിട്ടുണ്ട്. പലപ്പോഴും അവർ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, കവിയൂർ പൊന്നമ്മ നിങ്ങളുടെ മകനെ കൊണ്ടുവന്നില്ലേ, എന്താണ് വരാത്തതെന്ന് ചോദിക്കുമ്പോൾ മകനോ എന്ന് ചോദിക്കുന്നതിന് പകരം മകനോ എന്ന് ചോദിക്കുമ്പോൾ ആരാധകർ ചോദിക്കുന്നത് അതെ ലാലേട്ടനെ കൊണ്ടുവന്നില്ലേ എന്ന രീതിയിലാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ കവിയൂർ പൊന്നമ്മ പറയുന്നത് എനിക്കൊരു മകനില്ല, എന്റെ മകനല്ല, സ്വന്തം ബയോളജിക്കലി മകൻ അല്ലെങ്കിൽ പോലും എന്റെ മകനാണ് ലാൽ എന്നാണ് അവർ എല്ലായ്പ്പോഴും പറയുക. കുട്ടാന്നാണ് ലാലിനെ സ്നേഹത്തോടെ കവിയൂർ പൊന്നമ്മ വിളിക്കാറ്. അതുകൊണ്ട് തന്നെ ലാലേട്ടന് ഈ ഒരു വാർത്ത ഒരു പക്ഷെ താങ്ങാവുന്നതിലധികമായിരിക്കാം. 79 വയസ്സാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. 79 വയസ്സ് എന്ന് പറയുന്നത് വലിയൊരു പ്രായം എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ രോഗാതുരയായിരുന്നു. കുറച്ചു കാലങ്ങളായിട്ട് 2 വർഷത്തോളമായിട്ട് സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുക തന്നെയായിരുന്നു കവിയൂർ പൊന്നമ്മ. അതോടൊപ്പം തന്നെ കവിയൂർ പൊന്നമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ കിരീടം എന്ന സിനിമയില് കവിയൂർ പൊന്നമ്മ പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടനുമായി ഒത്തുള്ള ആ കോമ്പിനേഷൻ സീൻ അഭിനയിക്കുമ്പോൾ ഹൃദയഭേദകമായ പല ഡയലോഗുകളും ലാലേട്ടനിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ഒരിക്കലും അത് താങ്ങാവുന്നതില്ല. അപ്പുറമുള്ള വികാര വിക്ഷുബ്ധ രംഗങ്ങളിലൂടെയാണ് മനസ്സുപോലും കടന്നുപോയിക്കൊണ്ടത്. ഒരിക്കലും ഒരു അഭിനയമായിരുന്നില്ല ലാലിനോടൊപ്പം ഞാൻ അഭിനയിച്ച പല സിനിമകളും എന്ന പ്രിയപ്പെട്ട കവിയൂർ പൊന്നമ്മ പറഞ്ഞിട്ടുണ്ട്. പല ഇന്റർവ്യൂകളിലും പല അഭിമുഖങ്ങളിലും അവർ പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടനുമായുള്ള പല സീനുകളും ജീവിക്കുകയായിരുന്നു, ഒരിക്കലും അതൊരു അഭിനയമായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല, അത് ഒരിക്കലും ഒരു റിയാലിറ്റി തന്നെയായിരുന്നു എന്നാണ് കവിയൂർ പൊന്നമ്മ പലപ്പോഴും ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ വിയോഗം മലയാള സിനിമയ്ക്ക് ഒരു തീരാനഷ്ടം തന്നെയാണ്. ജനിച്ചാൽ ഒരിക്കൽ മരിക്കുക തന്നെ വേണം. ഈ ഇരിക്കുന്ന പല കലാകാരന്മാരും ഒരുപക്ഷെ ഇന്ന് അല്ലെങ്കിൽ നാളെ മരണപ്പെട്ടേക്കാം. എന്നിരുന്നാൽ പോലും അവര് എഴുതി വെച്ചിട്ടുള്ള, അവരാൽ കൈയെഴുത്ത് വന്നിട്ടുള്ള പല അഭിനയ മുഹൂർത്തങ്ങളും പല അഭിനയ റോളുകളും മികച്ച റോളുകളും ഇനി ആര് കൈകാര്യം ചെയ്യും എന്നത് ശരിക്കും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും, മലയാള സിനിമകളിൽ അമ്മവേഷങ്ങൾ കുറവാണല്ലേ. പ്രത്യേകിച്ചും കവിയൂർ പൊന്നമ്മ അഭിനയത്തിൽ നിന്ന് പിന്മാറിയതിനു ശേഷം, അല്ലെങ്കിൽ ആ ഒരു രോഗം കൊണ്ട് തന്നെ അവർ പിന്മാറിയതിനു ശേഷം പിന്നീട് അങ്ങോട്ടുള്ള അമ്മവേഷങ്ങൾ വളരെ കുറവാണ് വന്നിരിക്കുന്നത്. KPS ലളിത ചേച്ചിയും അതോടൊപ്പം തന്നെയുള്ള കവിയൂർ പൊന്നമ്മ ചേച്ചിയും അങ്ങനെ പലരും ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കവിയൂർ പൊന്നമ്മയും ലാലേട്ടനും ഒക്കെ തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ എന്ന് പറയുന്നത് ഒരിക്കലും ജനങ്ങൾക്ക് മറക്കാൻ സാധിക്കാത്ത മുഹൂർത്തങ്ങളാണ്. അതായത് നായക കഥാപാത്രത്തിന് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ നായകന് പ്രാധാന്യമുള്ള പല സിനിമകളിലും നായകന്റെ അമ്മ ആയിട്ട് തകർത്തഭിനയിച്ച ഒരു കഥാപാത്രങ്ങൾ പകർന്നാടിയ ഒരു നായകനോളം തന്നെ അല്ലെങ്കിൽ നായികയോടൊപ്പം തന്നെ അഭിനയിച്ചു തകർത്ത സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു അഭിനേതാവ് തന്നെയാണ് കവിയൂർ പൊന്നമ്മ എന്ന് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ തിലകൻ ചേട്ടനുമായിട്ടൊക്കെയുള്ള സിനിമകൾ പലതും ഒരിക്കലും ആ രംഗങ്ങൾ, വികാര വിക്ഷുബ്ധ രംഗങ്ങളൊക്കെ കവിയൂർ പൊന്നമ്മ ചേച്ചിയുടേത് ഒരിക്കലും പ്രേക്ഷകന് മറക്കാൻ സാധിക്കില്ല. എന്നിരുന്നാലും കാലം, മരണം മനുഷ്യരെല്ലാവർക്കും വിധിച്ചിരിക്കുന്ന പോലെ ആ കലാകാരിയെയും കൊണ്ടുപോയി എന്ന് വേണം വേദനയോടെ കരുതാൻ. തീർച്ചയായിട്ടും ബാഷ്പാഞ്ജലികൾ സമർപ്പിക്കുന്നു. എന്തായാലും അവരുടെ ആത്മാവിന് നിത്യശാന്തി തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി.